മോഡൽ എക്സാം കഴിഞ്ഞതിന്റെ ഒരു സന്തോഷം പിന്നെ ഫുഡിങ്ങും സന്തോഷം കൊണ്ടാണല്ലോ ഫുഡ് കഴിക്കുന്നത് അല്ലേ? അതെ ഞങ്ങൾ നമ്മുടെ HSS പിള്ളേരെല്ലാം ഒരു നല്ല വഴിക്കാക്കിയതിന്റെ സന്തോഷത്തിൽ ഫുഡുകളെല്ലാം വ്യത്യസ്തമായ ഫുഡുകൾ കഴിച്ച് ചോറ് ബിരിയാണി ഒക്കെ അല്ലേ കഴിക്കുന്നത്, നമ്മളത് വേണ്ട. ഇന്ന് തക്കാട്ടിക്ക് പിന്നെ അടുത്ത ബസ് അങ്ങനെ പല ഫുഡുകൾ ഞങ്ങൾ കഴിക്കാൻ വന്നേക്കും. നിങ്ങളൊക്കെ എന്താ ഓർഡർ ചെയ്തത്? എല്ലാവരും ഓർഡർ ചെയ്തു. ഞങ്ങൾ മാഗി പെരി തക്ക മാഗി നോക്കണോ? നോക്കി പറയണോ? എന്തൊരു ചായയുടെ പേര് അടൂരി ചായയോ? ഞാൻ എല്ലാവർക്കും വേണ്ടി 2 ലോഡ് ഫ്രഞ്ചൈസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ട് ലോഡ് ഫ്രീ അല്ല, 2 ലോഡ് പ്രൈസ്. പ്ലാൻ ബി എടുത്ത് വെച്ചത് ഇതിനായിരുന്നു കിട്ടിയത്. ഇവർ 2 ഓരോ ദിവസവും വാദിക്കലേക്ക് ഇവർക്ക് മാത്രമാണ് എന്നെ ഒരു വിലയില്ലാത്തത്. ആ പണിയെടുക്കാൻ വരുന്ന ചായ കൊണ്ടത്തെ നീച്ച എന്നോട് ഇരിക്കുന്നത് മലയാളി അല്ലേ? എന്നെ നോക്കിയേ ഒരു തനി മലയാളം. എന്റെ പിള്ളേരിന്ന് എന്താ പറഞ്ഞറിയാവോ? കാണാൻ എന്തൊരു സ്റ്റൈലാണ്. അപ്പഴേക്ക് ഈ ഏട്ടൻ എവിടെയോ പോയി. ഞാൻ അത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഏട്ടനോട് പോയി. മലയാളത്തിലെ HSS കഴിയുമ്പോ സമാധാനം ഉണ്ട്. അയ്യോ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്തിന്? എന്റെ പിള്ളേർക്ക് ഇവിടെ ജോലി പോകും. ഇതിനുള്ള ഉത്തരം കൊടുക്കും. മലയാളത്തിലാണ് കുട്ടിക്കാത്തം പതിച്ചോലെയാണ് ഒരു ടീച്ചറിന് ഇതില്ല. ഞാനേയാണോ നിൽക്കുന്നില്ല. ശരിയാണോ ഇല്ലയോ? ആ ചേച്ചി ചോദിച്ചത് എന്ത് കറക്റ്റാണല്ലേ? ശരിക്കും മലയാളി തന്നെയാണോ? ഞാൻ ഇവർക്കെല്ലാം ഓർഡർ ക്യാൻസൽ. ആ ഒരു ടേബിളിലേക്ക് വെച്ചാൽ മതി. അപ്പൊ എല്ലാവരുടെയും പോർഷൻസ് ഒക്കെ തീർന്നു. അതാണ് കുട്ടികൾ ഹാപ്പിയാണ്. പിന്നെ പരീക്ഷയ്ക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് കാണും. പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ കൂടുതൽ ആൻസേഴ്സ് എഴുതും. കാരണം സാധാരണ എക്സാം എഴുതിയിട്ട് ഏതാ ടോപ്പിക് പോലും അറിയാത്ത ആൾക്കാർ ആൻസർ ചെയ്യാൻ പറ്റുന്ന പറയുമ്പോൾ അവർക്ക് സന്തോഷം. അത് കഴിയുമ്പോൾ നമുക്ക് സന്തോഷം. നമ്മൾ കൊടുത്ത ട്രെയിനിങ് കൊണ്ട് അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും വലിയ സന്തോഷം. സന്തോഷത്തിലാണ് സാറ്. സന്തോഷത്തിലാണ് റെക്കോർഡാണല്ലോ. അപ്പൊ റിസൾട്ട് സാറിന് പ്രത്യേകിച്ച് HSS ഫിസിക്കൽ സയൻസ് പറഞ്ഞു. പിള്ളേരെല്ലാം ഹാപ്പിയാണ്. അപ്പൊ അവര് ഇനിയിപ്പം ഒരു ഫിനിഷിങ്ങിലേക്കാണ് അവരൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ബൂസ്റ്റർ ബാച്ച് കൊണ്ട് ആ ഫിനിഷിംഗ് കിട്ടണം. അപർണ വന്നില്ല അല്ലേ? അപർണ മിസ് ഇന്ന് സ്റ്റുഡിയോയിലുണ്ട്. ആണോ? അയ്യോ അപ്പൊ അവരുടെ എന്തിട്ട് വരാഞ്ഞത്? ക്ലാസ് ഉണ്ട്, നെറ്റിന്റെ ക്ലാസ് കൂടിയാണ് അപർണ വന്നതോ? അപ്പൊ ഇനി അടുത്ത് വരാൻ പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും. ഓക്കെ. അപർണയ്ക്ക് എനിക്ക് നൈറ്റ് എല്ലാം ക്ലാസ്സുകളുണ്ടെന്നു അല്ലേ? HSS എനിക്കുണ്ട് സാറേ. രാവിലെ തിങ്കളാഴ്ച രാവിലെ എന്റെ ഷെഡ്യൂൾ ഞാൻ പറയാം. അപ്പൊ ഞാൻ എന്റേത് പറയട്ടെ. നാളെ രാവിലെ ഞായറാഴ്ച ഫുള്ള് വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച 3 ക്ലാസ് ഉണ്ട്. രാവിലെ 5 മണിക്ക് എനിക്ക് മാത്സ് കളർഫുൾ ആയിട്ട് പോകുന്നു. പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. ഇപ്പൊ തന്നെ നമ്മുടെ ഓൾറെഡി 2 തവണ റിവിഷൻ പോയി കഴിഞ്ഞു. അതായത് ആദ്യം വെക്കേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് വെക്കേഷൻ ബാച്ചിൽ നമ്മളെല്ലാം പിള്ളേർ സാറ്റിസ്ഫൈഡ് ആണ്. അതിലാണ് ഇപ്പൊ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആവുന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പിള്ളേർ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ലൈവില്, അതായത് ഒരു ലൈവില് രാവിലെ 1.5 മണിക്കൂർ, വൈകിട്ട് 1.5 മണിക്കൂർ, അതിലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ്
മോഡൽ എക്സാം, റിവിഷൻ ടെസ്റ്റ്, അത് ഇത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. എന്നിട്ട് അവർക്ക് മിസ് നാളെ പുതിയ ക്വസ്റ്റ്യൻസ് തരുമോ? അത് നമ്മൾ അത്രയും ധന്യക്ക് പുറത്തൊന്നും ഇല്ലയോ? ഇല്ല, 100 താഴെയൊക്കെ ആർക്കും ഇല്ല മിസ്. എന്നെ കണ്ട് അവിടെ ചോദിച്ചില്ലല്ലോ. മനസ്സിലാവുന്നില്ലേ? സാറിനെ കാണുമ്പോൾ എന്ത് മനസ്സിലാവില്ല? സാറ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു സാറുടെ മിസ് എമ്മൂട്ടേക്ക് ഇങ്ങനെ നിൽക്കും. രാവിലെ ലീഡിങ് ഒട്ടിച്ചു വെച്ചോണ്ട് വരും, വൈകിട്ട് മുടിയൊക്കെ പൊന്തി. അങ്ങനെ ആയിരിക്കും. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയും. 5 തവണ നിങ്ങൾ 5 തവണ 5 തവണ ഞങ്ങൾ എടുക്കുന്ന നിങ്ങൾ 5 തവണ ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ്. നമ്മുടെ നാച്ചുറൽ സയൻസ് HSA നാച്ചുറൽ സയൻസ് നമ്മൾ 5 തവണ പാരലൽ റിവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് NCERT ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് NCERT അല്ല, ഡിഗ്രി ലെവല്. ഡിഗ്രി ലെവൽ മാത്രമല്ല, നമ്മുടെ ശരിക്കും നമ്മുടെ ക്ലാസ് തുടങ്ങിയത് MG യൂണിവേഴ്സിറ്റി ഡിഗ്രി ലെവലാണല്ലോ. നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയും നോക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ക്ലാസ് കൊടുത്തത് MG യൂണിവേഴ്സിറ്റി ലെവലിലായിരുന്നു ക്ലാസ് കൊടുത്തത്. അപ്പൊ MG യൂണിവേഴ്സിറ്റി ലെവലിൽ ആദ്യത്തെ റിവിഷൻ കഴിഞ്ഞു, രണ്ടാമത്തെ റിവിഷൻ കഴിഞ്ഞു, മൂന്നാമത്തെ റിവിഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും MG യൂണിവേഴ്സിറ്റിയിൽ ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തു. അടുത്ത റിവിഷൻ വന്നപ്പോഴത്തേക്കും നമ്മൾ കേരള എടുത്തു. കേരളയിലെ ഒരു റൗണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലെ ടോപ്പിക് തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ കേരളയിലെല്ലാം കൊടുത്തു. ഇപ്പൊ നമ്മൾ കണ്ണൂർ, കാലിക്കറ്റ്, ഈ ഇനി കിട്ടാവുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയിലെ പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു തവണ ഒരെണ്ണം കിട്ടും, ഒരു ജില്ലയിലെ കിട്ടേണ്ടതാണ്. ഇവരൊക്കെ പറഞ്ഞ് ഇവരൊക്കെ ഉറങ്ങിയിട്ട് കുറെ ദിവസമായിരുന്നു. ഞാൻ 2:30 മുമ്പ് ഉറങ്ങി ഒരൊറ്റ ദിവസങ്ങൾ പോലും. പൂച്ചയായാലും പട്ടികയിലും ലൈവിൽ വന്നാൽ ഞാനുണ്ടല്ലോ. ഞാൻ ലൈവ് എടുക്കുന്നുണ്ട്. എന്റെ കൊച്ചുങ്ങളൊക്കെ 5 സൈഡിൽ കൂടെ പൂച്ചയും കൊണ്ട് ലൈവ് എടുത്തപ്പോലെ കൊച്ചു പൂച്ചനെ കൊണ്ട് വന്ന് അവിടെ നിൽക്കുക. ഇങ്ങോട്ട് മാറി പക്ഷെ എന്നാലും നല്ല അസലായിട്ട് ഞങ്ങളുടെ ക്ലാസ്സും പാരലൽ ട്യൂഷൻസും. ഇനി അവർക്ക് ഇനി അതിനകത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനില്ല. അതുപോലെ നല്ല അസലായിട്ട് ഞാൻ എന്റെ നാച്ചുറൽ സയൻസ് കോൺഫിഡൻസ് കണ്ടോ? ഈ ഒരു കോൺഫിഡൻസ് ആണ് ഞങ്ങള്, അതാണ് എല്ലാവർക്കും ചായ മേടിച്ചു തരാതെ ഞാൻ പറഞ്ഞത്. അതെ, ഒരിക്കലും അവരൊരിക്കലും നമ്മൾ പഠിപ്പിച്ചത് പോരാന്നോ, ഞങ്ങൾ കൊടുത്ത ക്വസ്റ്റ്യൻസ് കുറവാണെന്നോ അവരൊരു കംപ്ലൈന്റുമായിട്ട് സിസിയിലോട്ട് വരികയില്ല. പക്ഷെ ഞങ്ങളുടെ HSA നാച്ചുറൽ സയൻസിൽ നല്ല അസലായിട്ട് മറ്റാരും കൊണ്ടുവന്നതിലും നന്നായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പിന്നിൽ നല്ലൊരു അസൽ ഹാർഡ് വർക്കിംഗ് ഉണ്ട്. അല്ല വെറുതെ ഒരിക്കലും നമുക്ക് എല്ലാ ദിവസവും 75 50 ക്വസ്റ്റ്യൻസ് ആ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് വെറുതെ പറ്റും. ഇംഗ്ലീഷിലെല്ലാം ക്വസ്റ്റ്യൻസ് പോകേണ്ടത് മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത് ആപ്പിൽ ആഡ് ചെയ്ത് പിന്നെ അല്ലാതെ ക്വസ്റ്റ്യൻ എക്സാം നമ്മൾ സാധാരണ റിവിഷൻ അത് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവർക്ക് ഈ പാരലൽ വൈസ് കൊടുക്കുമ്പോൾ എന്നാണോ അവർ മറന്നുപോയ ടോപ്പിക്സ് എല്ലാം എന്ത് ചെയ്യാൻ റിവിഷൻ ചെയ്യാം. 80 160 ചോദ്യം ഒരു ദിവസം വെച്ച് 6 ദിവസം ആകുമ്പോൾ തന്നെ 600 900 1000 ചോദ്യം ഒരാഴ്ച ഒരു സബ്ജക്ട് വെച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയത് 1000 ചോദ്യം ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഒരു മാസം 4000 ചോദ്യം, 12000 ചോദ്യമായിട്ടാണ് നമ്മൾ ഈ 3 സൈക്കിൾ കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് കൊടുക്കുന്നത് 12000 ക്വസ്റ്റ്യൻ. പറയുന്നതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊന്ന് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേ എനിക്ക് തന്നെ ആൻസർ ചെയ്യാറുണ്ട്. നാച്ചുറൽ സയൻസ് ഞാൻ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എനിക്ക് തന്നെ ആൻസർ ചെയ്യാൻ 10-20 മാർക്ക് ഗ്രാമർ, അത് ബേസിക് ഗ്രാമർ, അത് ആർക്കായാലും പറ്റും. ബേസിക് ഗ്രാമർ അങ്ങനെ വരും. നാച്ചുറൽ സയൻസ് ഞാനൊരു കാര്യം പറയാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് മലയാളത്തിനാണ്. ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇനിയിപ്പോ എത്ര വലിയ ആൾക്ക് കൊടുത്താൽ പോലും അത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റൂല. അതെന്തുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ കൊടുക്കാം? അങ്ങനെ കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻ അത് എന്തുകൊണ്ടാ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പിള്ളേരെ കോൺഫിഡൻസ് അല്ല, അവര് ഇനി ഒറിജിനൽ ആയിട്ട് HSA പരീക്ഷയ്ക്ക് പോയിട്ട് ഭയങ്കര കട്ടിയുള്ള ചോദ്യങ്ങൾ കണ്ടാൽ അവര് പതറൂല. ഇനി എന്റെ ബുദ്ധി നോക്ക്, ഇത് കണ്ടിട്ട് ആരൊക്കെ പതറൂന്നൊക്കെ. അതായത് വലിയ കട്ടിയുള്ള ചോദ്യങ്ങൾ കൊടുത്ത് അവർക്ക് HSAയിൽ പോയാലും അവരിത് പേടിക്കൂല. പരീക്ഷ ഇതിനേക്കാളും വലിയത് നമ്മൾ എഴുതിയതാണ് എന്നൊരു തോന്നലായിരിക്കും. എന്തായാലും എല്ലാവരും അവരവരുടെ എല്ലാ ഭാഗവും ചെയ്യും. നമുക്ക് റാങ്ക് കിട്ടുന്ന ഉറപ്പല്ലേ? ഏതൊക്കെ ജില്ലയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടും? ഏതൊക്കെ സബ്ജക്ട്സ് ഫിസിക്കൽ സയൻസ് ആണോ? ഒപ്പാണ്. വയനാട് മാത്സ് കിട്ടുന്ന ഒരു പ്രതീക്ഷ. നാച്ചുറൽ സയൻസ് പറഞ്ഞു, ഫിസിക്കൽ സയൻസ് പറഞ്ഞു, മാത്സ് പറഞ്ഞു, ഇംഗ്ലീഷ് ജില്ലയിലൊരു എറണാകുളം ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് എറണാകുളമല്ലേ? കുറെ കുട്ടികളുണ്ട് ഡിഫറെന്റ് ഡിസ്ട്രിക്ട്സ് നല്ലപോലെ പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ട്. നമുക്ക് ഇന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫിനേക്കാളും 30 മാർക്ക് കൂടുതലാണ് ഇവിടുത്തെ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ളത്. അവിടുന്ന് 10 മാർക്ക് പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഫസ്റ്റ് റാങ്ക് കിട്ടാനുള്ള സാധ്യതയുള്ള കുട്ടികൾ തന്നെയാണുള്ളത്.
അത് 1, 2, 3 ഒന്നുമല്ല, അനേകമുണ്ട് ബാക്കി റിസൾട്ട് വരുമ്പോ. HSAയുടെ റിസൾട്ട് വരുമ്പോ നമ്മൾ ഇതുപോലെ ഇരിക്കും. ഇതുപോലെയല്ല. അയ്യോ ഇതുപോലെ ഇങ്ങനെ അതിരിക്കുമല്ലോ. അത് നമ്മളെപ്പോഴും എല്ലാ മീറ്റപ്പിനും ഇരിക്കുന്നതല്ലേ. നമ്മളിപ്പോ LP നമ്മൾ കഴിഞ്ഞ HSA മീറ്റപ്പ് അവിടെ വിളിച്ചത് അതിൽ ഒതുങ്ങല്ല. അടുത്ത HSA മീറ്റപ്പ് നമ്മൾ ഹയാത്തിൽ പോകും. എന്റെ സ്റ്റുഡൻസിനോടെ ഞാൻ മീറ്റപ്പിന്റെ കാര്യം പറയുമ്പോ അവര് മീറ്റപ്പിന് വരും. ഞാൻ പറയാറുണ്ട് അത് നല്ലൊരു ഇതായിരിക്കും, നല്ല ഫുഡായിരിക്കും എന്നൊക്കെ. അപ്പൊ അവര് അങ്ങനെ പറയുന്ന സമയത്ത് അതിനുവേണ്ടി പഠിക്കുന്നവരുണ്ട്. കുട്ടികൾ പറഞ്ഞോ അതെ, ഇന്ന് മോഡൽ എക്സാം എഴുതാമെന്ന കുട്ടികൾ LP വിളിച്ചപ്പോഴും അത് സ്വപ്നം കണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. നമ്മുടെ വീഡിയോസ് ഒക്കെ മിസ് ചെയ്യാൻ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് അല്ലേ. അപ്പൊ അത് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻസ്പയർഡ്. കാരണം അവരെ ഇത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു നെറ്റ് കിട്ടിയിട്ട് പോലും ആകെ വീട്ടുകാർ മാത്രമല്ലാതെ വേറെ ആരും മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ല. അന്നൊക്കെ എന്നൊരു സെറ്റ് ക്വാളിഫൈ ചെയ്യുന്നില്ല 2% ആൾക്കാരെ കേരളത്തില്. സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നത് അന്ന് അത്രേ ഉള്ളൂ. അപ്പൊ അത് വലിയൊരു കാര്യമായിരുന്നു. ഞാൻ എന്നിട്ട് വലിയ കാര്യത്തിൽ ഞാൻ റിവ്യൂട് പറഞ്ഞേ, ഞാൻ സെറ്റ് എക്സാം ക്ലിയർ ചെയ്തതാണ്. എക്സ്പ്രഷൻ അത്രയും കൊണ്ട് നിന്നു. ഇനി ഈ പിള്ളേര് ഈ ട്രോഫി ഒക്കെ മേടിക്കാൻ വേണ്ടി വരുന്നതാണ് ഇവിടെ. ഭയങ്കര സന്തോഷം. നമുക്ക് കിട്ടാത്ത റെക്കഗ്നേഷൻ. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് കോച്ചിങ് ഇല്ല, വേറെ ഒരു സ്വന്തം ഇല്ല, ഒന്നുമില്ല. നമ്മൾ തന്നെ പഠിച്ച് നമ്മൾ തന്നെ നമ്മുടെ പോസിബിൾ ആണ് ഒരു പരിധി ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷെ ഇന്ന് വീണ്ടും പാറ്റേൺ ഒക്കെ മാറി. സെൽഫ് സ്റ്റഡി പിന്നെ അതുപോലെ തന്നെ ഈ എനിക്ക് പുതിയ പിള്ളേർക്കുണ്ടല്ലോ 2005 ശേഷം ഗ്രേഡിംഗ് സിസ്റ്റം നടപ്പാക്കിയതിനു ശേഷമുള്ള പിള്ളേർക്കാണ് ഈ സെൽഫ് സ്റ്റഡി വെച്ച് പഠിച്ച് കയറാൻ പറ്റുന്നത്. അതായത് പുതിയ A+, B+ ആ ഗ്രേഡിംഗ് സമ്പ്രദായത്തിൽ പഠിച്ചു വന്ന കുട്ടികളാണ് ഈ കോച്ചിങ്ങിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പഴയ സമയത്ത് കോച്ചിങ് സെന്റേഴ്സും ഇല്ല, ഒന്നുമില്ല. ഓൺലൈനിൽ പഠിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടെ കമ്പനി ആയതുകൊണ്ട് ഒക്കെയാണ് അവർക്ക് ഒരു അവരുടെ വീട്ടിൽ ഒരാളെ പോലെ തന്നെ നമ്മളെ തോന്നുന്നുണ്ട്. പിന്നെ ഈ പ്രാവശ്യത്തെ HSAയിൽ എനിക്ക് ഫീൽ ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഇല്ലേ, എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല ഞാനൊരു സിസ്റ്റത്തിന് മുമ്പിലായിരിക്കുന്നതെന്ന്. ഞാൻ ശരിക്കും ഈ നൗഷിബ, സുമയ്യ ഇവരെയൊക്കെ ഞാൻ ശരിക്കും നേരിട്ട് കണ്ട് വർത്താനം പറയുന്നത് പോലെ. നമ്മുടെ HSAയിൽ ഇന്ന് പരീക്ഷ എഴുതാൻ വന്നൊരു മിസ് ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രം, കണ്ണൂര്, കാസർഗോഡ് നിന്നെല്ലാം വന്നു. ട്രിവാൻഡ്രത്തിന് രാഗിയാർ നായർന്ന് പറഞ്ഞിട്ട് സ്റ്റുഡന്റ് വന്നു. അപ്പൊ അവര് ടീച്ചറാണ്, ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്, ഗസ്റ്റ് ആയിട്ട്. മീൻസ് CBSE-ലാന്ന് തോന്നുന്നു. അവര് വന്ന് ഇങ്ങനെ എന്നോട് സംസാരിച്ചിട്ട് എനിക്ക് ഉള്ളിൽ നിന്ന് വന്നു. എന്റെ കണ്ണൊക്കെ എന്താണ് നമ്മള് അവരെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് കെമിസ്ട്രിയാണ് സബ്ജക്ട്, പക്ഷെ നമ്മൾ കെമിസ്ട്രി പഠിപ്പിക്കുമ്പോഴാണ് അവർക്ക് ഇങ്ങനെയാണ്, ഈ പോയിന്റ് ഓഫ് വ്യൂലാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാകും. അപ്പൊ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്റെ കണ്ണ് നിറയെ ഞാൻ അല്ല നമ്മൾ അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. ആ ഒരു സാധനം അവർക്ക് പക്ഷെ കിട്ടാൻ സോഴ്സുകളുണ്ട്. പക്ഷെ പഠിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം നമുക്ക് അവരോട് നിൽക്കാൻ പറ്റും. അത് ഇന്ന് വന്ന് എല്ലാവരും വന്നിട്ട് പറഞ്ഞു ഇതുപോലെ നമുക്ക് നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, നിങ്ങളുടെ എഫേർട്ട് ഇടുന്ന കാണുന്നത് സന്തോഷമാണ്, നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാകും എന്ന് പറയുന്ന വലിയ കാര്യം. 5 മണിക്ക് ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചു, നമ്മൾ തീർച്ചയായിട്ടും ഒരു 4 മണിക്കെങ്കിലും എണീക്കും. നമ്മൾ എത്ര നോക്കി വെച്ചിരിക്കുന്നാണേലും നമ്മൾ ആ സമയത്ത് അവർക്കെന്ത് പപ്പ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെ പോയാലും 4 മണിക്ക് നമ്മൾ അലാറം വെച്ച് എണീറ്റ് നമ്മളൊന്ന് പഠിക്കും. 4 മണിക്ക് എണീക്കണമെങ്കിലേ നമ്മളൊരു 3:30 പോലെ എന്ത് ചെയ്യും, ന്യൂസ് അടിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവര് പഠിക്കുന്നതോടൊപ്പം നമ്മുടെ ഉറക്കം കൂടി പോകുന്നില്ല. കാരണം തലേദിവസം രാത്രിയാണ് നമ്മൾ PPT തയ്യാറാക്കുന്നത്. 12 മണി ഒരു 11 മണി വരെ PPT തയ്യാറാക്കും. എന്നിട്ടാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ 12 മണി മുതൽ നമുക്ക് എത്ര വരെ 3:30 ആകുമ്പോഴത്തേക്ക് എണീക്കണമെങ്കിലേ നമ്മളങ്ങനെ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിള്ളേർ ലൈവിൽ വരുമ്പോൾ നമ്മൾ എണീക്കാതിരിക്കുന്നതോടെ ടെൻഷൻ അത് വേറെ. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവർ പഠിക്കാതെ ഇവരോടൊപ്പം നമ്മളും ശരിക്കും പറഞ്ഞാൽ അവരെത്ര എഫോർട്ട് എടുക്കുന്നു അത്രയും എഫോർട്ട് നമുക്കും ഉണ്ട്. നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട്. ഇപ്പം ഞാൻ എൻ്റെ വൈഫ് ഹൗസിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ രാവിലെ ഒരു 4:15 4 മണിയാകുമ്പോൾ എണീക്കും. രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മുഖം ഓർമ്മ വരും. എൻ്റെ സുബഹി നിസ്കരിച്ചിട്ടാണ് ഞാൻ ക്ലാസ് 5 മണിക്ക് കയറുന്നത്. അപ്പം എൻ്റെ അമ്മായിയമ്മ, വൈഫിൻ്റെ ഉമ്മ എനിക്ക് ആ സമയത്ത് വൈഫ് ഇപ്പോൾ എണീക്കത്തില്ല, കുറച്ചും കൂടെ ഡിലേ ആവും, ഒരു 5:45 ആവും എണീക്കുമ്പോൾ. അപ്പോൾ അമ്മായിയമ്മ രാവിലെ ഞാൻ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് എനിക്ക് ബ്ലാക്ക് ടീ ഒക്കെ ആയിട്ട് ഇട്ട് വരും. അപ്പം എനിക്കത് കിട്ടിയാൽ കുറച്ചും കൂടെ എനിക്ക് എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വീട്ടുകാരുടെ സപ്പോർട്ട് അൺപാരലാണ്. അതുപോലെ എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന്റെ തലേന്ന് ഞാൻ ക്ലാസ് എടുക്കാം. കല്യാണത്തിന്റെ തലേന്ന് ക്ലാസ് എടുത്താൽ അപ്പോഴും എൻ്റെ വീട്ടുകാർ ഞാൻ വേറെ ഉടുപ്പെടുക്കാൻ പോകുന്നതിലൊന്നും ഞാൻ കൂടിയില്ല. അപ്പോഴെല്ലാം ഞാനിവിടെ HSAയുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം എനിക്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന മിഷൻ എത്രമാത്രം വലുതാണ് എൻ്റെ വീട്ടുകാർക്ക് അറിയാം. പറഞ്ഞു കൊടുക്കേണ്ട. എൻ്റെ അമ്മ വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരിയായിരുന്നു, അച്ഛൻ യൂണിവേഴ്സിറ്റി ജീവനക്കാരനായിരുന്നു, പെങ്ങള് M.Ed കാര്യമാണ്.
അപ്പൊ അതുകൊണ്ട് അവർക്ക് ഞാൻ എടുത്തിരിക്കുന്ന മിഷൻ എത്രമാത്രം വലുതാണെന്ന് അറിയാം. അത് എല്ലാവർക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിരുന്നു. എനിക്കൊന്ന് ഏറ്റവും ചെറിയ കുഞ്ഞുള്ളത് മറിയിക്കാണ്. മറിയുടെ കുഞ്ഞ് എത്ര വയസ്സുണ്ട്? 3 വയസ്സ്. 3 വയസ്സ്. 3 കഴിഞ്ഞു. 3 കഴിഞ്ഞു. അപ്പൊ കേശുവിനേക്കാളും കുഞ്ഞതാണ് അല്ലേ? ഓക്കെ. അപ്പം എനിക്കിപ്പോ സാറ് പറഞ്ഞ പോലെ തന്നെ ഫാമിലി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിൽ 4 വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ എൻ്റർലി ഡിഫറെന്റ് ആണ്. നമുക്ക് ഈ ഒരു ഫീൽഡിലുള്ള എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അത് കയറിയത് വലിയൊരു പ്രൊജക്റ്റിലേക്കായിരുന്നു. അപ്പം ശരിക്കും അതും ബോട്ടണി ശരിക്കും ആ ഒരു ടൈമിൽ ഞാനിപ്പോൾ ഒത്തിരി സോൾവ് ചെയ്ത് വന്നു. പക്ഷെ ആ കയറി എൻട്രിങ് ടൈമിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റും കൂടെ ആയിരുന്നു. ഫുൾ ഫോക്കസ് ഇതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ എന്ന് പറയുന്നത് നല്ല ഹൈപ്പർ ആയിട്ടുള്ള ഒരു മോനാണ്. അപ്പം അവനും പിന്നെ എറണാകുളത്തേക്ക് നമ്മൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ 12 മണിക്കൊക്കെ കുട്ടികൾ ടെൻഷൻ കയറിയിട്ട്, അതുപോലെ മോർണിംഗിൽ നമ്മൾ ചില സമയത്ത് ലൈവ് രാവിലെ ഇല്ലാത്തപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേക്കാം എന്ന് പറയുന്ന ടൈമിൽ 5:45 കുട്ടികൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഫാമിലി ഒരുപാട് ഇന്നെ മിസ് ഒരു കുട്ടി എന്നോട് വന്ന് ആ കുട്ടിയുടെ തന്നെ കണ്ടെന്നറിഞ്ഞു. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു മിസ്സിന്റെ വേ ഓഫ് ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മിസ്സിനെ നേരിട്ട് കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല ആക്ച്വലി നേരിട്ട് കണ്ടത്. നമ്മൾ മീറ്റപ്പിന് വന്ന് നേരിട്ട് കണ്ട് എന്നിട്ട് ഈ സംസാരിക്കുമ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ ഹാപ്പി ആവുന്നത് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ കണ്ടിങ്ങനെ നിറയുക. അപ്പൊ ഞാൻ മിസ്സെ ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യാമെന്ന്. അല്ലെ, ഞാൻ ഈ പ്രോജക്റ്റിൽ സത്യം പറയാൻ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളൊരു പ്രോജക്റ്റ് കഴിഞ്ഞിട്ടാണ് എങ്ങനെയുണ്ടാവും ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം മാനേജ്മെന്റിലോ ഉറപ്പിച്ച് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് അഞ്ജു മിസ്സിനെയാണ്. കാരണം ഭയങ്കരമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഇത്രയും പേരെ വിളിക്കാൻ, പിന്നെ ഔട്ട്സോഴ്സ് നിൽക്കുന്ന കുറേ അധ്യാപകർ, ഒരുപാട് നല്ല അധ്യാപകർ. അപ്പൊ ടെക്നിക്കൽ ടീം അപ്പൊ അത്രയും ഞാൻ മാനേജ്മെന്റിനോട് പറഞ്ഞു എനിക്കത് ഓക്കെയാണ്. അതായത് അത്രയും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഈ പ്രോജക്റ്റ് ഞങ്ങളുടെ ബെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും ഓഫ് കോഴ്സ് പരീക്ഷ ചിലപ്പോൾ പ്രയാസകരമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കുട്ടികൾ പുറകിലേക്ക് പോകത്തില്ല. അത്രയും നമ്മൾ രാവിലെ എത്ര ദിവസം 5 മണിക്ക് നമ്മൾ തുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. ഞങ്ങൾ 5 മണിക്ക് എയറിലാവുമെന്ന് പറഞ്ഞു. 2 മാസമേ പ്രതീക്ഷിച്ചുള്ളൂ. വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. ഈ HSനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മിസ്സിന് LP-UPൻ്റെത് മെസ്സേജ് അയച്ചത് മിസ് ഓർമ്മയുണ്ടാവും. ഇങ്ങോട്ട് വരാൻ വേണ്ടി നിന്നതല്ല ഞാൻ പറഞ്ഞിട്ട്. കാരണം ഞാൻ സിസിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സ്കൂളിൽ പോയി അടുത്ത യൂണിഫോമും വാങ്ങി എല്ലാം വെച്ചതാണ്. അപ്പൊ അതിനിടയിൽ ദിവ്യ മിസ് എന്നോട് വന്ന് പറഞ്ഞു, അപ്പൊ ആദ്യ ആഴ്ചയിൽ 3 ദിവസം എന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, 1 ദിവസം എന്റെ കാര്യങ്ങൾ നടക്കുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ വന്നതാ സിസിയിൽ. അങ്ങനെ വന്നു. പക്ഷെ ഈ പറയുന്ന പോലെ ട്രെയിനിങ് ഒന്നുമില്ല. ഞാൻ വന്നപ്പോൾ റാങ്ക് ഫയലിന്റെ തിരക്കായിരുന്നു. എന്നെ ഫസ്റ്റ് ഞാൻ വന്ന ആദ്യത്തെ ദിവസം തന്നെ ശ്രീകല മിസ്, ആശാ മിസ്, ശില്പ മിസ്, അഞ്ജു മിസ് ലൈവ് കിറ്റുക ചെയ്തത്. LP-UPയിലേക്ക് ലൈവ് എടുക്കാൻ ധൈര്യം ഉണ്ടാവും, എടുത്ത് നോക്കാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ലൈവ് കയറി. അത് കഴിഞ്ഞ് അതിന് കുറച്ച് ബാലൻസ് ചെയ്ത് പഠിച്ചെടുത്ത് പിന്നെ HSയുടെ ഇടയ്ക്ക് വന്നപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എൻ്റെ മനസ്സൊന്ന് ചാർന്നതാ. ഇട്ടിട്ട് പോവാന്നുള്ള രീതിക്ക് പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഒരു കത്തെല്ലാം എഴുതി അയച്ചാലോ എന്നുള്ള രീതിയിലേക്ക് ഞാൻ ചെയ്തു. ആ സമയത്താണ് 5 മറ്റേ മത്സ് കയറി വന്നത് മലയാളത്തിന്. അപ്പൊ ആശംസ പെട്ടെന്ന് പറഞ്ഞു HSയുടെ കോഴ്സ് മെൻഡറായിട്ട് ആ മിസ്സിന് കൊടുത്തേ. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല ടൈമാണ്, പഠിക്കാൻ ഇറങ്ങാൻ പറ്റുന്ന സമയമാണ്, ഇറങ്ങി വെക്കാന്നുള്ള രീതിക്ക് നല്ല സൂപ്പർ കത്തും എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചാൽ വെക്കാൻ നിന്നതാണ്. ആ ടൈമില് ഇന്ന് HSക്ക് വന്ന കുറച്ച് പിള്ളേരല്ലേ അവരെനിക്ക് മെസ്സേജ് അയച്ചു, മിസ് വള്ളിയും പുള്ളിയും എന്താണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോവുകയാണോ. അന്ന് ഭയങ്കര കോമഡി ആയിരുന്നു HSന്റെ. അങ്ങനെ ഞാൻ പിന്നെയും അത് മാറ്റിയിട്ട് പിന്നെ ഞാൻ മിസ്സിനോട് വന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു എനിക്ക് HSA പ്രൊജക്റ്റ് ആയിരുന്നു, എനിക്ക് സെറ്റും കെറ്റിനും വേണ്ട HSA വേണം. അത് ഈ കുട്ടികൾ പറഞ്ഞതുകൊണ്ടായിരുന്നു. എനിക്ക് പിന്നെയും അത് ഇന്ന് ഇവിടെ വന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞു HSയുടെ പരീക്ഷ എങ്ങനെയാണെന്നല്ല മിസ്, ഞങ്ങൾ അന്ന് ഇട്ടിട്ട് പോകാൻ നിന്നെടുത്ത് ഞങ്ങൾ അതുകൊണ്ട് വന്നതാണ് ഇന്നെന്ന് അവരെന്നോട് ഇന്ന് പറഞ്ഞു. അപ്പൊ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ് അല്ലെ. HSA കഴിയുമ്പോൾ നമ്മൾ പുതിയ ഒരു കുറേ ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലെ. ഈ HSക്ക് അതുപോലെ എന്റെ ഒരു മാം മരിച്ചിട്ട് ഞാൻ കുറച്ച് ഭയങ്കരമായിട്ട് ഞാൻ നല്ലോണം ഇതായിപ്പോയി. അപ്പൊ ഞാൻ അഞ്ജു മിസ്സിനോട് പറഞ്ഞാൽ എനിക്ക് ക്ലാസ്സിൽ എടുക്കാൻ മെന്റലി എനിക്ക് ആവുന്നില്ല മിസ്സേ, ഞങ്ങൾക്ക് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കിയതെല്ലാം മിസ്സിന് അയച്ചു കൊടുത്ത് ബാക്ക് അടിക്കാൻ നിന്നതാണ്. അന്നും ഇതുപോലെ 5 മിസ് 7-8 ഗ്രൂപ്പ് ഉണ്ട് HSന്റെ. അപ്പൊ മിസ് പറഞ്ഞു എത്തുന്നില്ല. പിന്നെ ഞാൻ എപ്പോഴും വോയിസ് ഇടുക. അപ്പൊ ഇവരെന്നോട് മിസ്സിന് എന്താ പറ്റിയ, മിസ്സിന്റെ വോയിസ് എവിടെ, അങ്ങനെ എന്നെ ഫോൺ വിളിച്ചു. അപ്പൊ ഞാൻ പിറ്റേ ദിവസം 5 മിസ്സിനോട് ഞാൻ പറഞ്ഞു ഞാൻ ക്ലാസ്സിൽ കയറിക്കോളാം, ഞാൻ ക്ലാസ് എടുത്തോളാം. അങ്ങനെ എനിക്ക് പിന്നെയും തിരിച്ച് കയറേണ്ടി വന്നത്
ഇന്ന് വന്ന ഈ കുട്ടികളെല്ലാം കൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. ഈ HSC കഴിയാൻ പോകുന്നെന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവരായിട്ട് എന്തോ ഒരു ഇത് കൂടുതലാണ് എനിക്ക്. ഇനി എന്താ പറയുക, പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിപ്പിച്ചാൽ നമുക്ക് ആദ്യം പറഞ്ഞതാണ്, ഇത്രയധികം ശിഷ്യസമ്പത്ത് ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഏറ്റവും വലുതാണ് അധ്യാപകന്റെ ശിഷ്യസമ്പത്ത്, ഏറ്റവും വലിയ സമ്പത്താണ്. ഇനി അവർ വീണ്ടും എങ്ങോട്ടാ പോകുന്നു? അവര് വീണ്ടും ഇപ്പം എൻ്റെ ബാച്ചിൽ 25 വയസ്സുള്ള ആള് തൊട്ട് 42 വയസ്സ് വരെയുള്ള ആളുണ്ട്. ഇപ്പൊ 25 വയസ്സുള്ള ഒരാൾ ഈ വർഷം അടുത്ത വർഷം സർവീസിൽ കയറുവാണെങ്കിൽ അടുത്ത 35 വർഷം അയാൾ സ്റ്റേറ്റ് സർവീസിൽ പഠിപ്പിക്കുക. അതായത് അടുത്ത വരുന്ന രണ്ട് തലമുറയെ എന്റെ ശിഷ്യ പഠിപ്പിക്കാം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതൊരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഞാനൊരു സ്കൂളിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ആ ഒരു ഔട്ട്പുട്ട് കിട്ടത്തില്ല. അത് ഒരു മാങ്ങാണ്ടി ഇട്ട് വെച്ച് ഒരുപാട് കാലം എടുക്കും. ഇത് പെട്ടെന്ന് ഔട്ട്പുട്ട് കിട്ടാം. അത് എനിക്ക് കുറച്ചും കൂടെ എൻ്റെ എസ്റ്റീം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു സംഭവമാണ് ആ ഒരു ഫീൽ എന്ന് പറയുന്നത്. അതും ലോകത്തിലുള്ള എവിടെയൊക്കെയോ പോളണ്ട് ഇപ്പൊ നമ്മള് ഗൈഡ് അയച്ചു കൊടുത്തു, പോളണ്ടിൽ അയച്ചു കൊടുത്തു, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സൗദി, ബഹ്റൈൻ, എത്ര രാജ്യങ്ങളിലാണ്. പക്ഷെ ലിറ്ററലി കേറ്ററ്റിന്റെ മീറ്റപ്പിന് വന്നത് ദുബായിന്ന് നേരിട്ട് ഇറങ്ങി വന്നു. നമുക്ക് റിസൾട്ട് ഉണ്ടായിക്കോട്ടെ, റാങ്ക് ഉണ്ടായിക്കൊള്ളട്ടെ, ജോലിക്കാരുണ്ടായിക്കൊള്ളട്ടെ, നമുക്ക് ഇത്രയും ഫാമിലി എന്ന് പറയുന്ന ഒരു ഇമോഷൻ നമുക്ക് ആളുകളിലേക്ക് ബോണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, നമുക്ക് ഇത്ര അടുത്ത ആളുകളിലേക്ക് എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ കൂടുതലൊന്നും നമുക്ക് ആസ് ടീച്ചേഴ്സ്, ആസ് എഡ്യൂക്കേറ്റേഴ്സ് നമുക്ക് നേടാൻ പറ്റില്ല. ഈ പോയിന്റിൽ ശാന്തിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഇല്ലാത്തൊരു ആളാണ് അയാൾക്ക്. പറഞ്ഞ പോലെ ടെക്നിക്കലി ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അത് പഠിച്ചെടുത്ത് ചെയ്യാനുള്ളൊരു വില്ലിങ്നെസ് ആള് ശരിക്കും ഇവിടെ ഇല്ല. പക്ഷെ പറയാതിരിക്കാൻ പറ്റാത്ത ഒരാളാണ്. പിന്നെ മാത്രമല്ല ഗ്രൂപ്പിലൊക്കെ എന്ത് മെസ്സേജസ് ഇട്ടതില്ലേ ഓൺ ദി സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്ത്, പിന്നെ കുട്ടികളുടെ ആവശ്യങ്ങളാണെങ്കിലും എല്ലാം പെട്ടെന്ന് മറ്റുള്ളവരെ അറിയിച്ച് വളരെ ഭയങ്കരമായിട്ട് നല്ലൊരു ഇനിഷ്യേറ്റീവ് കുട്ടിയായിട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത്രയും രസമല്ല അതിനകത്ത് ഇത്രയും നമ്മൾ വിഷൻ ചെയ്തതും ഞാൻ സ്റ്റാർട്ട് ചെയ്തതും അത് തന്നെയാണ്. ഞാനൊരു അധ്യാപികയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ക്ലാസ് എടുക്കുന്നത്. ഈ പറയുന്ന എല്ലാ തിരക്കിനിടയ്ക്കും നമുക്ക് ക്ലാസ് എടുക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു അല്ലേ, രാത്രി 11 മണി 11:30 ആവുമ്പോൾ കിടക്കുമ്പോഴും നാളെ രാവിലെ ലൈവ് ഒരു ഇതെന്താ ഇച്ചിരി മണിപ്പടിച്ചിട്ടായിരിക്കും കയറുന്നത്. ലൈവ് കൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ആ കമന്റ് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കമന്റ് വന്നിട്ട് നമ്മൾ വേറൊരു മൂഡിലേക്ക് വച്ചു. എത്ര ഡൗൺ ആണെങ്കിലും നമുക്കൊരു ക്ലാസ് കിട്ടിയാൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്. കാരണം നമ്മൾ ചിക്കിച്ചെടഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്താലും അവരതിന്റെ അധികം എഫേർട്ട് ഇടുന്നുണ്ട്. അവരിടുന്ന എഫേർട്ടിനെ മാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റുകയില്ലയോ എന്നുള്ള ടെൻഷനാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. കൂടുതൽ സാധനങ്ങൾ കൊടുക്കാൻ അതുപോലെ എഫേർട്ട് എടുക്കുന്ന കുട്ടികളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഇപ്പൊ ശാന്തിനി മിസ്സിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ആശംസ നേരത്തെ മെൻഷൻ ചെയ്ത് വെച്ചു. മഞ്ജു മിസ് എല്ലാവർക്കും എല്ലാ ദിവസവും രാവിലെ ക്ലാസ് ഇല്ല, പക്ഷേ എല്ലാ ദിവസവും HSR ക്ലാസ്സുകളുണ്ട്. ക്ലാസ്സുകൾ എല്ലാ ദിവസവും എല്ലാം തന്നെ എല്ലാ ദിവസവും രാവിലെ എണീക്കേണ്ടി വരുന്നത്. എപ്പോഴാണ് കിടക്കുന്നത്? കുറച്ചാണ് റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് വൈകുന്നേരങ്ങളിൽ മിക്ക ദിവസം ഞാൻ പേഴ്സണൽ ഡ്രൈവർ ആവുകൊണ്ട് എനിക്കറിയാം 8 മണിയൊക്കെ ആവുള്ള ഓഫീസിൽ ഇറങ്ങുന്നത്. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി എന്താണ് തീരുന്നില്ല, പുതിയ എക്സസൈസ് എടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ടീം വീണ്ടും വലുതാകും. നമുക്ക് CC-യിൽ എന്തിനാ പഞ്ഞം, അതെ അതേപോലെ വേറെ അവിടെ ഞാൻ ചോദിക്കട്ടെ, CC-യിലായ ഒത്തിരി ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടെ നമ്മുടെ CC അതാണ് ഞാൻ പറയാൻ വന്നത്. ഇന്ന് നമ്മുടെ മിസ് ക്ലാസ്സിൽ വന്നപ്പോൾ മനസ്സിലായില്ലേ, ഒരു 3 കുട്ടികൾ CC സ്റ്റുഡന്റ് ആയിരുന്നില്ല എന്നും പറഞ്ഞിരുന്ന 3 ആൾക്കാരുണ്ട്. അവര് ലാസ്റ്റ് നമ്മളോട് ചോദിച്ചത് ഇങ്ങനെ ആയിരുന്നോ CC, മറ്റ് ഓൺലൈൻ ഇതിൽ പഠിക്കുന്നവരാ, അപ്പൊ ഇങ്ങനെ ആയിരുന്നോ CC, അറിഞ്ഞിട്ടില്ലായിരുന്നു, ഇനി നമുക്ക് സമയം വൈകി പോയോ എന്നവർ ചോദിച്ചിരുന്നു. ഞാൻ കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് പോയി. കോഴിക്കോടൊരു പ്രോഗ്രാമായിട്ട് ഞാൻ എന്നിട്ട് പറഞ്ഞു എല്ലാം നമ്മുടെ സ്റ്റുഡൻസ് അല്ല, ഒരു പർട്ടിക്കുലർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഞാൻ സ്ത്രീകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഞങ്ങളെടുത്ത ചോയ്സ് സെന്റർ നോക്കി പോയതാണ്, പേര് നോക്കി പോയതാണ്, മാത്രമല്ല പൈസ. അപ്പം പല കാരണങ്ങൾക്ക് നോക്കിപ്പോയി. പക്ഷെ പിന്നെ തിരിച്ചു വന്നപ്പോഴേ അറിഞ്ഞത് നിങ്ങളുടെ കുട്ടികളെ കാണുമ്പോഴാണ്. കാരണം വേറെ ആരും ബ്രാൻഡ് അംബാസഡർ ഇല്ല. സ്റ്റുഡൻസ് കുട്ടികളുടെ വൈബ് വേറെയാണ്. അവര് പഠിക്കുന്നതും അവർ എഴുതുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ആ ഒരു കോമൺ CC എന്ന് പറയുന്ന ഒരു ഫീലിംഗും അവർക്ക് അതൊരു ഭയങ്കര ലൈവ്ലിനെസ് ആണ്. പുതിയ ഒത്തിരി അധ്യാപകരെ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പുതിയ കുറേ അധ്യാപകർ വേണം, നോൺ അധ്യാപകർ വേണം, അല്ലേ? വീഡിയോസ് വേണം. അങ്ങനെ ടെക്നിക്കലും നോൺ ടെക്നിക്കലുമായിട്ടും അധ്യാപകരുടെ പാനലിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എങ്ങനെയുണ്ട് മനുവിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? CC-യിൽ ഒരു ജോലി കിട്ടിയ എങ്ങനെയുണ്ടാവും? ഇത്രയും അധികം
സ്റ്റുഡൻസ് ആയിട്ട് എക്സ്പോഷർ കിട്ടുന്ന സ്ഥലം വേറെ ഉണ്ടാവും. ആ നന്നായി സ്റ്റുഡൻസിന് മാത്രമല്ല ടീച്ചേഴ്സിനും കൂടെ പറയണം. നമ്മുടെ ഏറ്റവും ബേസിക് അതാണ് ഇത്രയും സ്റ്റുഡൻസ് തന്നെയാണ്. CC expanding അല്ല, ഓൾവേസ് ഗ്രോയിങ് ആണ്. അതെ. വി ആർ ഗ്രോയിങ്, വി ആർ ബ്രാഞ്ചിങ്. നമ്മൾ തുടങ്ങിയത് എവിടെ നിന്ന്, നമ്മൾ ഇപ്പൊ നിലനിൽക്കുന്നത് എവിടെ നിന്ന്. ഞാൻ ഒരു ദിവസം ശമസോട്ട് ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് മിസ്സിനോട്, നമ്മൾ എന്താണ് നമ്മുടെ സ്റ്റോറി എന്നുള്ളത്. ഞാൻ ലേറ്റർ സ്റ്റേജിലേക്ക് വന്ന ആളാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ കാരണം നമ്മുടെ ബേസ് ഇതാണെന്ന്. നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ എവിടെ. ഇപ്പോൾ മറ്റുള്ള കോച്ചിങ് സെന്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു നീഷ ഉണ്ടെങ്കിൽ, ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഫീൽഡിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്കില്ലാത്ത ഫീൽഡ് ഉണ്ടോ? റോബോട്ടിക്സ് ഇല്ല. ഫ്രം ദ സ്ക്രാച്ച് നമുക്ക് തുടങ്ങാം. LKG മുതലുള്ള ട്യൂഷൻ തുടങ്ങി അവിടുന്ന് ഗ്രാജുവേഷനിലുള്ള PSC പരീക്ഷകൾ, പോസ്റ്റ് ഗ്രാജുവേഷനിലുള്ള PSC പരീക്ഷകൾ, സ്പെഷ്യലൈസ്ഡ് ഡിഗ്രിയിലുള്ള PSC പരീക്ഷകൾ, അതൊരു ബ്രാഞ്ച്. ഇപ്പുറത്തോട്ട് ക്വാളിഫയിങ് എക്സാംസിന് നെറ്റ്, സെറ്റ്, കേറ്ററ്റ്, സീറ്ററ്റ് വേറെ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ഉണ്ടോ? ഇല്ല. ബാങ്ക് മേഖലകളിലേക്ക് അവിടെ വേറെ ബ്രാഞ്ച്, ആ മുകളിലേക്ക് കോർപ്പറേറ്റ് സെക്ടറിലേക്ക് വേറെ ബ്രാഞ്ച്. ഏത് ആൾക്കും ഏത് ഓണ്ടപ്പെടാനും പറ്റുന്ന ഏത് കോഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ട എല്ലാം ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഏറ്റവും ന്യൂസ് ആയിട്ടുള്ള കോസ്റ്റ് ആണ്. IELTS, ജർമ്മൻ, ഈ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഉണ്ട്. കാരണം ഇത് ഇത്രയും സാധനങ്ങൾ ഒരു റൂഫിന്റെ കീഴിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മുടെ വേഴ്സിറ്റാലിറ്റി ആണ്, അല്ലെ? നമുക്കൊരിക്കലും നമ്മൾക്ക് പറ്റുന്ന ഒരു നമ്മൾ ഇതാണ് ചെയ്തു തുടങ്ങിയത്, നമ്മൾ ഇത് ചെയ്യുള്ളൂ എന്നുള്ളതിനേക്കാൾ ഉപരി എല്ലാവർക്കും പഠിക്കാനുള്ള എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കീപ്പിംഗ് അസൈഡ് ഫാക്ടർ എന്ന് CC പറയാൻ പറ്റുന്നത്. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം പോകും. പുതിയ പ്രൊജക്ട്സ് HSC പോലുള്ള എല്ലാ പുതിയ പ്രൊജക്ട്സും വരികയാണ്. അധ്യാപകർ എല്ലാവരും ഇതുപോലെ ഉണ്ടാവും, അല്ലെ? നമ്മളെല്ലാത്തിലും ഒറ്റ ടീമാണ്. അപ്പൊ മുന്നോട്ടും ഇതുപോലെ തുടരും. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പൊ താങ്ക് യു ശ്രീലാമിസിന്റെ സ്പോൺസർഷിപ്പ്. ഞങ്ങളുടെ പ്രിയ സുഹൃത്ത്, കടയുടെ പേര് ചായ സുത്ത ബാർ, ഞങ്ങളുടെ എറണാകുളത്തുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഉച്ചയ്ക്ക് ഒരു ഫുഡൊക്കെ കഴിച്ച് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലേ? നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു, അടിപൊളി ഫുഡ്, സാൻഡ്വിച്ച് ആയിരുന്നു, എല്ലാം നല്ലതായിരുന്നു. ഞാൻ ഒരിക്കലും കഴിക്കുന്ന ആഹാരങ്ങളല്ല, പക്ഷെ ഞാൻ അത് ഏറ്റവും കൂടുതൽ ഇന്ന് കഴിച്ചത് ഞാനായിരുന്നു. അപ്പൊ ഇനി ഇതെല്ലാവരും ഫിനിഷ് ചെയ്യാം, കാണാം. താങ്ക് യു സോ മച്ച്.